പാഠശാലയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഓരോ ലെറ്റേഴ്സിനും ഒരു സൗണ്ട് ഉണ്ട്. ഈ സൗണ്ട് ഓഫ് ദി ലെറ്റർ പഠിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാനും വായിക്കുവാനും കഴിയും. മറ്റാരുടെയും സഹായമില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് കഴിയാവുന്നതായിട്ടൊന്നുമില്ല. ഇംഗ്ലീഷ് ഭാഷയിലാണ്, നമ്മുടെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ്. അത് പഠിച്ചേ പറ്റൂ. എല്ലാ ഭാഷയും പഠിക്കണം, എങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മാതൃഭാഷയ്ക്കും ഔദ്യോഗിക ഭാഷയ്ക്കും രാഷ്ട്രഭാഷയ്ക്കുമാണ്. ഇത് ഊന്നൽ നൽകി വേണം നിങ്ങളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നാൽ നമുക്ക് സൗണ്ട് ഓഫ് ദ ലെറ്റർ എഴുതാം. സൗണ്ട് ഓഫ് ദ ലെറ്റേഴ്സ്. ഓരോ ലെറ്റേഴ്സിനും സൗണ്ട് ഉണ്ട്. നോക്കിയേ, A sound is a a a. അങ്ങനെ ബാലപാഠം പോലെ കുട്ടികൾ നഴ്സറി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പോലെ പാട്ട് പാടി പഠിച്ചാൽ മതി. ബി സൗണ്ട് ഈസ് ബ് ബ് ബ്. എ അല്ല, അ അ അ ബ് ബ് ബ്. സി സൗണ്ട് ഈസ് ക് ക് ക്. ഇതിന് പ്രത്യേക ഒരു സൗണ്ടാണ്. സി സൗണ്ട് ഈസ് ക ക ക ക. Cat. അപ്പോൾ ക അല്ലേ, സി അല്ലേ ആദ്യം വരുന്നത്. അപ്പോൾ സി സൗണ്ട് ഈസ് ക ക ക. ഡി സൗണ്ട് ഈസ് ഡ ഡ ഡ. ഇ സൗണ്ട് ഈസ് എ എ എ. ഇത് ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ഉള്ളത് നമുക്കൊരു കളർ ചോക്ക് കൊണ്ട് വട്ടം ചെയ്യാം. എ ബി സി ഡി. ഇ സൗണ്ട് ഈസ് എ എ എ. എഫ് സൗണ്ട് ഈസ് ഫ് ഫ് ഫ്. G sound is g g g. J എന്നും g എന്നും നമുക്ക് അതനുസരിച്ച് ഉച്ചരിക്കും. H sound is h h h. I sound is e e e. J sound is j j j. K sound is k k k. L sound is l l l. M sound is m m m. N sound is n n n. O sound is o o o. P sound is p p p. Q sound is qua qua qua. R sound is r r r. S sound is s s s. T sound is t t t. U sound is a a a. ഇത് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് മാറ്റമുള്ളത്? സി ഇ ജി. ഗ എന്ന് പറയും, ജി എന്ന് പറയും. ഐ യു. ഇത് എക്സ് ഡിഫറെൻ്റ് ആണ്. സി സൗണ്ട്. എ സൗണ്ട് ഈസ് അ അ അ. ബി സൗണ്ട് ഈസ് ബ ബ ബ. സി സൗണ്ട് ഈസ് ക ക ക. ഡി സൗണ്ട് ഈസ് ഡ ഡ ഡ. ഇ സൗണ്ട് ഈസ് എ എ എ. എഫ് സൗണ്ട് ഈസ് ഫ് ഫ് ഫ്. ജി സൗണ്ട് ഈസ് ഗ ഗ ഗ. H sound is h h h. I sound is e e e. J sound is j j j. K sound is k k k. L sound is l l l. M sound is m m m. N sound is n n n. O sound is o o o. P sound is p p p. Q sound is quack quack quack. R sound is r r r. S sound is s s s. T sound is t t t. U sound is a a a. അപ്പോൾ ഇതും ഒരേപോലെയാണ് ഉച്ചരിക്കുന്നത്. ഈ കെയും സിയും ഒരുപോലെയാണ് ഉച്ചരിക്കുന്നത്. കൈറ്റ്, കല്ലേ പറഞ്ഞേ. അപ്പോൾ സി ക്യാറ്റ്,
സിയും കെയും ഒരുപോലെ തന്നെയാണ് ഉച്ചരിക്കുന്നത്. യു സൗണ്ട് ഈസ്, ഇത് ഞാൻ പ്രത്യേകം ഒരു വര വരച്ചത് കണ്ടോ, യു സൗണ്ട് ഈസ് അ അ ആ. ഇ സൗണ്ട് ഈസ് എ എ എ. സി സൗണ്ട് ഈസ് ക്. ജി സൗണ്ട് ഈസ് ഗ. ഐ സൗണ്ട് ഈസ് ഇ ഇ ഇ. ഇത്രയും നമ്മൾ പഠിക്കണം, പാട്ട് പോലെ പഠിച്ചാൽ മതി. എ സൗണ്ട് ഈസ് അ അ ആ. ബി സൗണ്ട് ഈസ് ബ. സി സൗണ്ട് ഈസ് ക്. ഡി സൗണ്ട് ഈസ് ഡ. ഇ സൗണ്ട് ഈസ് എ. എഫ് സൗണ്ട് ഈസ് ഫ്. ജി സൗണ്ട് ഈസ് ഗ. ജി എന്ന് പറയും, ഗ എന്ന് പറയും. H sound is h. I sound is e. J sound is j. K sound is k. L sound is l. M sound is m. N sound is n. O sound is o. P sound is p. Q sound is qua. R sound is r. S sound is s. T sound is t. U sound is a. ഇനി ബാക്കിയുള്ള അക്ഷരം നമുക്ക് നോക്കാം. V sound is v. W sound is wa. Watch. W sound is v. X sound is s. Y sound is y. Z sound is z. ഇത് ഇതുപോലെ തന്നെയുള്ളൂ, എക്സ്ട്രാordinary ഒന്നുമില്ല, ഡിഫറെൻറ്റ് സൗണ്ട് അല്ല, അതേ സൗണ്ട് തന്നെ. ബി സൗണ്ട് ഈസ് v. W sound is v. X sound is s. Y sound is y. Z sound is z. ഇങ്ങനെയാണ് സൗണ്ട് ഓഫ് ദി ലെറ്റേഴ്സ്. ഈ അക്ഷരങ്ങൾ നമ്മൾ എഴുതിയിട്ട് ഈ സൗണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഏത് വാക്കും എഴുതാനും വായിക്കാനും അറിയാം. ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് നമുക്ക് ഈ അക്ഷരങ്ങൾ ചേർന്ന വാക്കുകൾ എങ്ങനെ എഴുതാം, എങ്ങനെ ഉച്ചരിക്കാമെന്ന് പഠിക്കാം. ഓക്കെ, ഇപ്പം നാം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.